ഹലോ ദർ, ഇറ്റ്സ് മീ സിബിൻ ഹിയർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് APIs കുറിച്ചാണ്. APIs നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള നോളജ് തന്നെയാണ്. കാരണം ആസ് എ ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷനിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് നോളജിൻ്റെ ഒരു അടുത്ത തലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് APIs കുറിച്ചുള്ള നോളജ്. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഓട്ടോമേഷനും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ് വർക്ക് ഫ്ലോ എല്ലാം ചെയ്യാനായിട്ട് APIs കുറിച്ചുള്ള നോളജ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല, നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് രംഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നോളജ് എസെൻഷ്യലാണ്. ഇതിൻ്റെ എല്ലാത്തിനും ഒരു ഫൗണ്ടേഷൻ ആയിരിക്കും APIs വരുന്നത്. APIs കുറിച്ച് പഠിക്കാനായിട്ട് യാതൊരു ടെക്നിക്കൽ നോളജിൻ്റെ ആവശ്യമില്ല, യാതൊരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആവശ്യമില്ല. ഈ ഒറ്റ വീഡിയോ തന്നെ നിങ്ങൾക്ക് സ്ക്രാച്ചിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. APIs ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു പ്രോഗ്രാമിംഗ് നോളജിൻ്റെ ആവശ്യമുള്ളത്. ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാനാണെങ്കിൽ പോലും APIs കുറിച്ചുള്ള ബേസിക് ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. API എന്നതിൻ്റെ ഡെഫിനിഷൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്നുള്ളതാണ്. ആക്ച്വലി API ഒരു ഇൻ്റർഫേസ് ആണ്. ഒരു ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു ഇൻ്റർഫേസ്, അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ റെഫർ ചെയ്ത ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൊബൈൽ ആപ്പ് ആയിരിക്കാം, വെബ്സൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സെർവർ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഈ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നതും ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും ഈ സെർവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇൻ്റർഫേസ് എന്ന് പറയുന്നതാണ് API എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഒരുപാട് API ടെക്നോളജീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് REST API ആണ്, അല്ലെങ്കിൽ RESTful APIs ആണ്. REST APIs ആണ് ഒട്ടുമിക്ക കോമൺ പ്ലാറ്റ്ഫോമിലും ഡെവലപ്പേഴ്സിനും മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടായിട്ട് കോമൺ ആയിട്ട് അവൈലബിൾ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും REST APIs ആയിരിക്കും. നമ്മൾക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസുകൾ, അല്ലെങ്കിൽ പല ബാങ്കിങ് ആപ്ലിക്കേഷൻസ്, അതെല്ലാം വെബ്സൈറ്റ് വഴി, വെബ് ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ആക്സസ് ചെയ്യാം. കൂടാതെ നമ്മുടെ ഒരു സ്മാർട്ട് വാച്ച് വഴി മേ ബി ആക്സസ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഇതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പല ഡിവൈസുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സിസ്റ്റമാണ്, ഒരു സിംഗിൾ സെർവറാണ്. അപ്പോൾ ഈ ഒരു കേസിൽ തന്നെ പല ഡിവൈസുകളിൽ ഈ ഒരു ഡേറ്റ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഇൻ്റർഫേസ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വെബ് ആപ്ലിക്കേഷനിൽ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിരിക്കുകയാണ് യൂസറിന് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനും റിട്രീവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും, അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണെങ്കിലും, ഒരു സ്മാർട്ട് ഡിവൈസ് എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ അതിനെല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നൊരു കാര്യം അതിൻ്റെ ഡാറ്റാബേസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് എൻഡ് പ്രോഗ്രാമാണ്. ഈ ഒരു സെർവർ സൈഡ് പ്രോഗ്രാമാണ് ഡേറ്റാബേസിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്തുകൊണ്ട് ഈ ക്ലയൻറ്റ് ആപ്ലിക്കേഷനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്നത്. ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് REST API എന്നുള്ളൊരു സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. അത് REST API മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സുകളുണ്ട്. REST API ഉണ്ട്, GraphQL ഉണ്ട്, മറ്റ് പല APIs മെത്തേഡ്സുകളുണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുള്ള REST ആണ്. API സിസ്റ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് റെസ്റ്റോറൻറ്റിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെല്ലുന്ന ഒരു കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റായിട്ട് നമുക്ക് കണക്കൂട്ടാം. ഒരു API സിസ്റ്റത്തിലെ ക്ലയൻറ്റാണ് ഒരു റെസ്റ്റോറൻറ്റിലെ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത്. കസ്റ്റമർ ചെല്ലുമ്പോൾ റെസ്റ്റോറൻറ്റിൽ വെയിറ്റർ അവൈലബിൾ ആയിട്ട് നിൽക്കുന്നു. വെയിറ്റർ കുറച്ച് മെനു ഐറ്റംസ് ഒരു മെനുവിൽ അവൈലബിൾ ആയിട്ട് പറയുകയാണ്. അതുപോലെ തന്നെയാണ് APIയിലെ എൻഡ് പോയിൻറ്റ്സും. അപ്പോൾ കസ്റ്റമർ അപ്പോൾ വെയിറ്ററുടെ അടുത്ത് പറയുകയാണ് ഇന്ന ഐറ്റം ആണ് നമുക്ക് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ വെയിറ്റർ എന്ത് ചെയ്യുന്നു, കിച്ചണിലേക്ക് ചെന്ന് ഷെഫിനെ അടുത്ത് ഇന്ന ഐറ്റം റെഡിയാക്കാൻ പറയുന്നു. അതുപോലെ തന്നെയാണ് API ക്ലയൻറ്റിൽ നിന്നുള്ള റിക്വസ്റ്റ് അനുസരിച്ച് സെർവറിലേക്ക് ചെന്ന് ഇന്ന റിസോഴ്സാണ് അല്ലെങ്കിൽ ഇന്ന ഡാറ്റയാണ് റിക്വസ്റ്റ് ചെയ്തതെന്ന് സെർവറിനോട് പറയുന്നു. അപ്പോൾ സെർവർ എന്ത് ചെയ്യുന്നു, ആ ഡാറ്റാബേസിൽ നിന്നും റിട്രീവ് ചെയ്തുകൊണ്ട് തിരിച്ച് വെയിറ്റർ വഴി തന്നെ കസ്റ്റമറിന് കൊടുക്കുന്നു. ഇതുപോലെ തന്നെയാണ് കിച്ചണിൽ നിന്നും റെഡി ആയിട്ടുള്ളൊരു ഭക്ഷണം വെയിറ്റർ വഴി നമുക്ക് കസ്റ്റമറിലേക്ക് തിരിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ഒരു ട്രാൻസാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൽ മിഡിൽ മാനായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ API എന്ന് പറയുന്നത്. വെയിറ്ററുടെ കയ്യിൽ റെഡി ആയിട്ടുള്ളൊരു മെനു ഉണ്ടാവും. അതേപോലെ തന്നെ APIയിൽ ഒരു സെറ്റ് ഓഫ് ആക്സസിബിൾ റൗട്ട്സുകൾ ഉണ്ടായിരിക്കും ആ യൂസറിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് പോയിന്റുകൾ, അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കുന്ന റിസോഴ്സുകൾ, ഈ ഒരു സെർവർ എക്സ്പോസ് ചെയ്തിരിക്കുന്ന റിസോഴ്സുകൾ. അപ്പോൾ കസ്റ്റമറിന് ഇതിൽ ഏത് വേണമെങ്കിലും റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ അതുവഴി സെർവറിൽ നിന്ന് ഡാറ്റ തിരിച്ചു കിട്ടുന്നു. സെർവറിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാനും സെർവറിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനും എല്ലാം ഈ ഒരു API ഉപയോഗിക്കുന്നു. ഈ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് ആരും പെട്ടെന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ ആയിട്ട് ഇത് ചെയ്ത് നോക്കാം, API ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഇത്രയും കൺഫ്യൂഷൻസ് വന്നതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. REST APIനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാനും ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഞാനൊരു വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോന് താഴെ ഞാൻ ഈ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് പോയി ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആക്സസ് ചെയ്യാം. ജസ്റ്റ് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് നേരെ അങ്ങ് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാരണം ഞാൻ അതിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. ഇതിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും വരിക. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ അതിനുള്ളിൽ പ്രത്യേകിച്ച് ഡിസൈൻസിലൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. വളരെ ചെറിയ സമയത്തിനുള്ളിൽ ബിൽഡ് ചെയ്യുന്നതാണ്. ഓക്കെ,
അപ്പോൾ അത് ലോഗിൻ ചെയ്താൽ ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രൊഡക്ട്സിലേക്ക് നാവിഗേറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനിൽ കാണുന്ന പോലെ ഒരു പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്യാനുള്ളൊരു ബട്ടണും ആഡ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ പ്രൊഡക്റ്റുകൾ ജസ്റ്റ് എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്രൊഡക്റ്റ് ID, അതിന് എമൗണ്ട്, നെയിം, പിക്ചർ എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഈ പ്രൊഡക്റ്റ് പേജിലുള്ളൊരു ഓപ്ഷൻ. രണ്ടാമതായിട്ട് കാറ്റഗറീസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതിൽ കുറച്ച് കാറ്റഗറീസ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയ കാറ്റഗറി ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതൊരു യൂസർ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഇത് API സിസ്റ്റത്തിനുള്ളൊരു ക്ലയൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലയൻറ്റ് ഒരു യൂസർ ഇൻ്റർഫേസ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്, വെബ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് സാധാരണ യൂസറിന് ഈസി ആയിട്ട് ഈ ഒരു ഓപ്ഷൻസ് എല്ലാം വഴി പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും കാണാനും കാറ്റഗറീസ് ആഡ് ചെയ്യാനും എല്ലാം പറ്റും. ഓക്കെ, ഇതിനുള്ളിൽ ബിഹൈൻഡ് ദ സീൻ എന്താണ് നടക്കുന്നുള്ളതാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതാണ് APIs എന്ന് പറയുന്നത്. അപ്പോൾ APIസിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് ഞാനിവിടെ API ഡോക്യുമെൻറ്റേഷൻസ് കൂടി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു APIs കാണാൻ സാധിക്കും. ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ APIs ആണ് ഈ ഒരു ഡോക്യുമെൻറ്റേഷനിൽ APIs അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. ആദ്യം ഈ സ്ക്രീൻ കാണുന്നത് ഒത്തൻറ്റിക്കേഷൻ എന്ന് പറയുന്നൊരു മൊഡ്യൂളാണ്. പിന്നെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. അതിൽ കുറച്ച് റൗട്ട്സുകൾ കാണാം. കാറ്റഗറീസ് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ കുറച്ച് റൗട്ട്സുകളും കാണാം. ഓക്കെ, പിന്നെ അതിൽ നമുക്ക് ഗെറ്റ്, പോസ്റ്റ് അല്ലെങ്കിൽ ഗെറ്റ്, പുട്ട്, ഡിലീറ്റ് അങ്ങനെ പല മെത്തേഡ്സുകളിലൂടെ പല കളേഴ്സിൽ കാണാൻ പറ്റും. പല URLs ആണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. ഇതുവരെ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്യൂ, ഇനി തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ ഗെറ്റ് എന്ന് പറയുന്നത് ഒരു URL ആണ്, ഒരു HTTP URL തന്നെയാണ്. അപ്പോൾ അതുവഴി ഗെറ്റ് എന്ന് പറഞ്ഞ മീനിങ് പറയുന്ന പോലെ തന്നെ നമുക്കൊരു ഡേറ്റ റിട്രീവ് ചെയ്യാൻ, റിസീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു റൗട്ടാണെന്ന് പറയാം ഗെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒതൻറ്റിക്കേഷൻ മൊഡ്യൂളിൽ ചെയ്തിരിക്കുന്ന 3 കാര്യങ്ങളെന്ന് പറയുന്നത് പോസ്റ്റ്, രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സൈനപ്പ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊരു യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ രജിസ്റ്റർ എന്ന് പറയുന്ന എൻഡ് പോയിന്റിൽ നടക്കുന്നത്. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ട്രൈ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ഒരു റൗട്ടിലേക്ക് /register എന്ന് പറയുന്ന റൗട്ടിലേക്ക് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെർവറിൽ നിന്ന് തിരിച്ചു സക്സസ് റെസ്പോൺസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു റൗട്ട് വഴിയുള്ള ഒരു API റിക്വസ്റ്റ് നടത്തി സക്സസ്ഫുൾ ആവും. ഇത് ഞാൻ ലോഗൗട്ട് ചെയ്ത് സൈനപ്പ് ഫോമിൽ ചെന്ന് കഴിഞ്ഞാൽ നടക്കുന്ന അതേ പ്രോസസ്സും ഇത് തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന APIs എല്ലാം പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ലോഗിൻ ചെയ്യണം. ഞാൻ ആക്ച്വലി രജിസ്റ്റർ ആയതുകൊണ്ട് വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ പുതിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. ട്രൈ ഔട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ യൂസർ നെയിം ഞാൻ എൻ്റർ ചെയ്യുവാണ്. പാസ്വേഡ് തന്നെയാണ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് അവൈലബിൾ ആയിരിക്കില്ല, ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾ തന്നെ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് വേണം അത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. സോ ഒരു റിക്വസ്റ്റ് ബോഡിയിൽ ഞാൻ ഈ ഒരു ഡാറ്റ സെറ്റ് ചെയ്യുന്നു. റിക്വസ്റ്റ് URL എന്ന് പറയുന്ന /login എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കത് ആക്സസ് ടോക്കൺ തിരിച്ച് കിട്ടി. ഓക്കെ, നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് സക്സസ്ഫുൾ ആയിരുന്നു. സോ 201 എന്ന് പറയുന്നൊരു കോഡ് കാണിക്കുമ്പോൾ ഈ ഒരു API URL ആക്ച്വലി സക്സസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് തിരിച്ച് റെസ്പോൺസ് ആയിട്ട് ആക്സസ് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഇതൊരു കീ വാല്യൂ പെയറാണ്. ഇപ്പോൾ ആക്സസ് ടോക്കൺ എന്നുള്ളതാണ് അതിൻ്റെ കീ എന്ന് പറയുന്നത്. ഇതൊരു വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഡബിൾ കോട്ട്സിനുള്ളിലുള്ള ഈ വാല്യൂ കോപ്പി ചെയ്യുകയാണ് ഞാൻ. ഓക്കെ, ഇതാണ് ആക്ച്വലി നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സ്. ഇങ്ങനെ ഒരു ടോക്കൺ എന്ത് ചെയ്യുന്നു, ബ്രൗസറിൽ സേവ് ആവുന്നു. പിന്നെ അതിനുശേഷമുള്ള ഓരോ റിക്വസ്റ്റിൻ്റെ കൂടെയും ഈ ഒരു ടോക്കൺ അതിൻ്റെ ഹെഡർ വഴി പാസ് ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് ഓരോ റിക്വസ്റ്റും ലോഗിൻ ചെയ്തതിന് ശേഷം നടക്കുന്നതാണ്, ഓതറൈസ്ഡ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് സെർവർ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ടോക്കൺ കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഓൾറെഡി ഓപ്ഷൻ ഉണ്ട്, ഓതറൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതിലേക്ക് ഞാൻ ആ ഒരു വാല്യൂ പാസ് ചെയ്തിട്ട് ഓതറൈസ് ചെയ്യുകയാണ്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്തൊരു പ്രോസസ്സ് ഞാനിവിടെ മാനുവലി ചെയ്യുവാണ്. അപ്പം ഞാൻ ഈ ചെയ്യുന്നതെല്ലാം സാഗർ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡോക്യുമെൻറ്റേഷൻ വഴിയുള്ള സിസ്റ്റമാണ്. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിനു വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റ്മാൻ എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ തൽക്കാലം ഈ ഒരു ടൂൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് എനിക്ക് ടോക്കൺ കിട്ടി. അപ്പോൾ അത് വെച്ച് ഞാനിവിടെ ഈ ഒരു സിസ്റ്റത്തിനുള്ളിൽ മാനുവലി ലോഗിൻ ചെയ്തു. ഇനി ഈ ഗെറ്റ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്, ഒരു REST APIയിൽ ഒരു മെത്തേഡാണ് ഗെറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉപയോഗിക്കാനാണ് REST APIയുടെ സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഗെറ്റ് എന്ന് പറയുന്നത് റിട്രീവിങ് എ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ റിസോഴ്സ് എന്നുള്ളതാണ്. നമുക്ക് സെർവിൽ നിന്നൊരു ഡാറ്റ ജസ്റ്റ് ഫെച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഗെറ്റ് എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുകയാണ് പറയുന്നത്. പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന മീനിങ് ഉള്ള പോലെ തന്നെ നമുക്ക് ഡാറ്റ സെർവറിലേക്ക് പാസ് ചെയ്യാൻ എന്ന് വെച്ചാൽ നമുക്ക് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ, സിമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ആക്ഷനും ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ പോസ്റ്റ് ഉപയോഗിക്കാൻ പറയുന്നു. പാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് പറയുന്ന പോലെ തന്നെ നമുക്കൊരു ഡാറ്റ എഡിറ്റ് ചെയ്യാൻ, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് പാച്ച് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉപയോഗിക്കുന്നു. പുട്ട് എന്ന് പറയുന്നൊരു മെത്തേഡും ഉപയോഗിക്കുന്നുണ്ട്. അത് ഓൾറെഡി ഒരു ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ആവുക, ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡാറ്റ വെച്ച് അത് റീപ്ലേസ് ആവുക.
ആ ഒരു ഓപ്ഷനാണ് പുട്ട് എന്ന് പറയുന്നത്. പിന്നെ ഡിലീറ്റ്, നമ്മൾ ആ ഒരു സെർവറിൽ നിന്ന് റിസോഴ്സ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഡിലീറ്റ് ആണ്. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ എന്ന് പറയുന്നത്. ഈ മെത്തേഡ്സിലാണ് നിങ്ങൾക്ക് ഇവിടെയും ഈ പല കളേഴ്സിൽ കാണുന്നത്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ്. ഇതും ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു യൂസർ ഇൻ്റർഫേസ് തന്നെയാണ്. നമുക്ക് നേക്കഡായിട്ട് ഒരു APIs ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ അതിലേക്ക് കൂടി ഞാൻ വരാം. നമുക്ക് തൽക്കാലം ഇത് ഉപയോഗിക്കാം. ഈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ റൗട്ടിൽ ഈ ഒരു പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ലോഗിൻ ആണ്. ഓക്കെ, സിബിൻ എന്ന് പറഞ്ഞ യൂസർ ലോഗിൻ ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ഗെറ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റുകളെല്ലാം ഈ ഒരു ഫോർമാറ്റിൽ വന്നിരിക്കുകയാണ്, ഒരു JSON ഫോർമാറ്റിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇതൊരു അറേ എന്ന് പറയും. നമുക്ക് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്ന ഒരു അറേയാണ്. അതിനുള്ളിൽ ഓരോ കേളി ബ്രേസസിനുള്ളിലും ഓരോ ഒബ്ജക്റ്റുകൾ നമുക്ക് കാണാം. ഈ ഒബ്ജക്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ ഇതൊരു പ്രൊഡക്റ്റിൻ്റെ ഡാറ്റയാണ് ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് ഇവിടെ ഒരു യൂസർ ഇൻ്റർഫേസിൽ നല്ല ഭംഗിയിൽ ഒരു കാർഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കിങ് കൊക്കനട്ട് എന്നുള്ളൊരു നെയിം, പ്രൈസ് ഡിസ്പ്ലേ ചെയ്യുന്നു. ആ ഇമേജ് നമ്മളൊരു ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇമേജായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതേപോലെ കാറ്റഗറി ID എന്നുള്ളതാണ് യൂസർ ID. ഇത് യൂസറിനൊരു ID ഉണ്ടാവും. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്തപ്പോൾ എനിക്കൊരു ID ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ID ഈ ID എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ പ്രൊഡക്റ്റാണ്. അങ്ങനെ ഇതൊരു അറേ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ ID 12 ഒന്നാമത്തെ, ID 13 രണ്ടാമത്തെ പ്രൊഡക്റ്റ്. ഇതേപോലെ വന്നിരിക്കുന്ന ഒരു 20 പ്രൊഡക്ട്സുകളോളാണ്. അത് ബാക്ക് എൻഡിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതാണ്. ഒറ്റ റിക്വസ്റ്റിൽ 20 പ്രൊഡക്ട്സിൽ വരണം എന്നുള്ളത്. സോ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്ട്സിലേക്ക് ഒരു ഗെറ്റ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഡാറ്റ കിട്ടി. ഈ ഡാറ്റ നമ്മളൊരു ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ വഴി ഭംഗിയിൽ കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയല്ലോ. ഇനി ഇതുപോലെ തന്നെയാണ് നമുക്ക് അടുത്തൊരു റിക്വസ്റ്റ് വരികയാണ്, പോസ്റ്റ് എന്ന് പറഞ്ഞ റിക്വസ്റ്റ്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റീവ് ആണ്. ഈ സെയിം പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റാണ്. ഇപ്പോൾ ഇത് ഞാൻ ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ റീറ്റെയിലർ ID, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ബാർകോഡൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനൊരു എൻട്രി ചെയ്യുകയാണ്. ഇപ്പോൾ നെയിം എന്ന് പറയും, ഞാനിപ്പോൾ എക്സാമ്പിൾ ആപ്പിൾ ഗ്രീൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് പ്രൈസ് ഞാൻ ആഡ് ചെയ്യുന്നൊരു 150 റുപ്പീസ്. ഇമേജ് URL ഞാനൊരു ഇമേജ് URLക്കാണ് ഞാൻ ഇമേജ് ഓപ്പൺ ചെയ്തു. അതിവിടെ എൻ്റർ ചെയ്യുന്നു. നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഫീച്ചറോടെ വെച്ചിട്ടില്ല. ആക്ച്വലി അപ്ലോഡ് ചെയ്യാനുള്ള ഫീച്ചറും വെക്കാം പറ്റുന്നതാണ്, പക്ഷേ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അത് ചെയ്തില്ല എന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനി എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ആയി 201 എന്ന് പറഞ്ഞ റെസ്പോൺസ് കോഡ് തിരിച്ചു വരുമ്പോൾ ആ ഒരു സക്സസ് ആയിട്ടുണ്ട്. ആ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ഗ്രീൻ ആപ്പിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇമേജ് റീഫ്രഷ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രീൻ ആപ്പിളോട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, പക്ഷേ ഇമേജ് വന്നിട്ടില്ല. ഐ തിങ്ക് ആ ഒരു ഇമേജിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും. ഇമേജ് ആക്സസിബിൾ ആയിരിക്കില്ല. നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു URL ആണെങ്കിൽ മാത്രമാണ് നമുക്കത് കിട്ടുകയുള്ളൂ. നമുക്കത് ആക്സസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. സോ നമ്മളൊരു പ്രോപ്പർ ഇമേജ് നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം. വേറൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം, റെഡ് ആപ്പിൾ. ഓക്കെ, ഞാനൊരു റെഡ് ആപ്പിൾ ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ഇമേജ് URL എൻ്റർ ചെയ്യുന്നു. ഇനി നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. അപ്പോൾ അത് റെഡ് ആപ്പിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ റെഡ് ആപ്പിൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇതാണ് പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് റിട്രീവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റോട്ട് ഉപയോഗിക്കാം, product/ID. ഇനി നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ID ഇവിടെ പാസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ച് അതിൻ്റെ ഡാറ്റ മുഴുവൻ റിട്രീവ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഡാറ്റ നമുക്ക് തിരിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റിലേക്ക് വരികയാണ്. നമ്മൾ ID നമുക്ക് കിട്ടി 32 എന്നുള്ളതാണ് ആ റെഡ് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ID. ഓക്കെ, നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. പ്രൊഡക്റ്റിൻ്റെ ഇൻഫോർമേഷൻ ഫെച്ച് ചെയ്യാനായിട്ട് നമ്മൾ ID പാസ് ചെയ്യുന്നു. നമ്മൾ എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വരുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യം എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേജിനുള്ളിൽ തന്നെ നമ്മൾ റെഡ് ആപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് അടുത്ത് ബിൽഡ് ചെയ്യണം. ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പേജ്, അതിൽ ഡിസ്ക്രിപ്ഷൻസ് വേണം, ഒരുപാട് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതൊരു സെപ്പറേറ്റ് എൻഡ് പോയിന്റിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഗ്രിഡായിട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എല്ലാ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഒരു പർപ്പസിൽ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് പാസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ID ആയിരിക്കും. അപ്പോൾ അതിലേക്ക് വേണ്ടി വരും ഇതുപോലെ പ്രൊഡക്റ്റിൻ്റെ ID കൂടിയുള്ളൊരു എൻഡ് പോയിന്റിലേക്ക് നമ്മൾ പാസ് ചെയ്യുമ്പോൾ സെർവറിൽ നിന്ന് അതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയും അത് നമുക്ക് ഫ്രണ്ട് എൻഡിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള URLs ഉപയോഗിക്കാം. പിന്നെ അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇതിലുള്ള URLs എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ഞാൻ കസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു പാറ്റേൺ മാത്രമാണ്. ഇനി ഞാനൊരു പ്രൊഡക്റ്റ് ഗെറ്റ് ചെയ്തു സെർവറിൽ നിന്ന്, അത് റിട്രീവ് ചെയ്തു. ഇനി ഈ പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇതുപോലെ തന്നെ അടുത്ത റൗട്ടാണ് പുട്ട്. ഇതിലേക്ക് ഞാൻ പ്രൊഡക്റ്റിൻ്റെ ID ഞാനിപ്പോൾ സെയിം ID ഞാൻ പാസ് ചെയ്യുകയാണ് 32. ഇനി ഞാൻ ഇമേജ് URL കാറ്റഗറി ID ഒന്നും പാസ് ചെയ്യുന്നില്ല, നെയിം മാത്രം ചേഞ്ച് ചെയ്യാണ്.
റീറ്റെയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് നെയിം മാത്രമാണ് നമ്മൾ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നെയിമിന് ഡബിൾ കോട്ട്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഓർഗാനിക് റെഡ് ആപ്പിളിന് ഡബിൾ കോട്ട്സ് വന്നിട്ടുണ്ട്. അതിനുശേഷം അടുത്തൊരു കീ വാല്യൂ പെയർ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കോമ അവിടെ വേണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആയിട്ട് വർക്ക് ചെയ്യും. നമുക്ക് നോക്കാം. യെസ്, അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഓർഗാനിക് റെഡ് ആപ്പിൾ എന്നായിട്ട് എൻ്റെ പേര് മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് ഓർഗാനിക് റെഡ് ആപ്പിളായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ആക്ഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഓർഗാനിക് റിമൂവ് ചെയ്തു, ജസ്റ്റ് റെഡ് ആപ്പിൾ തന്നെയാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡ് ആപ്പിളായി മാറി. സോ സെയിം പ്രോസസ്സാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്യുമ്പോഴും നടക്കുന്നത് ഈ ഒരു റൗട്ടാണ്, ഡിലീറ്റ് എന്നുള്ള റൗട്ടാണ്. ഞാനിവിടെ API വഴി ഡിലീറ്റ് കൊടുത്താലും ഞാനിവിടെ ഈ ഒരു ഓപ്ഷൻ വഴി ഡിലീറ്റ് ചെയ്താലും നടക്കുന്നത് സെയിം പ്രോസസ്സാണ്. സോ നിങ്ങൾക്ക് APIസിൻ്റെ അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു URL-ലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പ്രൊഡക്ട്സുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. ഇതിൽ തന്നെ കുറച്ചുകൂടി റൗട്ട്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കാറ്റഗറി ID കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാറ്റഗറീസ് ആവുകയും ചെയ്യും. ഇനിയിപ്പോൾ ഒരു കാറ്റഗറിയുടെ അണ്ടറുള്ള പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് റൗട്ട് ഉപയോഗിക്കാം. സോ കുറച്ചുകൂടി ഓപ്ഷൻസുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഒരു സ്വാഗർ ഡോക്യുമെൻറ്റേഷൻ ആണത്. ഇപ്പോൾ ഇതിലിങ്ങനെയാണ് കാണുന്നത്. ഇനി ഇത് നേക്കഡായിട്ട് ഇതിൻ്റെ ഒരു റോ ഫോർമാറ്റിൽ നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം കൂടി ചെയ്യുവാണ്. ഇപ്പോൾ ഈ URL വഴി തന്നെ ഞാൻ API/JSON എടുക്കുമ്പോൾ ഈ ഒരു റോ ഫോർമാറ്റിൽ ഇവർ കിട്ടി. ഞാനിത് മുഴുവൻ കോപ്പി ചെയ്യുവാണ്. അപ്പോൾ കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോവാണ്. postman.com. നിങ്ങൾക്ക് API ട്രൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ടൂള് പോസ്റ്റ്മാൻ തന്നെയാണ്. ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമുകളുടെയും APIs അവൈലബിൾ ആക്കിയിരിക്കുന്ന ഒരു പോസ്റ്റ്മാൻ കളക്ഷനായിട്ടായിരിക്കും. സോ postman.com-ൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് APIs ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഇൻ്റർഫേസ് എവിടെ അവൈലബിൾ ആവും. ഓക്കെ, ഇതിലേക്ക് ഞാൻ സൈനപ്പ് ചെയ്യാണ്. എൻ്റെ ഇമെയിൽ ID ഉപയോഗിച്ച് ഞാൻ ഗൂഗിൾ വഴി ലോഗിൻ ചെയ്യുവാണ്. സൈനപ്പ് ആയി കഴിഞ്ഞാൽ ഞാനിങ്ങനൊരു വർക്ക് സ്പേസ് പോയിട്ട് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാണ്. എക്സാമ്പിൾ ടെസ്റ്റ് API എന്ന് പറഞ്ഞൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ടെസ്റ്റ് API എന്ന് പറഞ്ഞൊരു പേര് കൊടുത്ത് ഞാൻ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ തന്നെ ഒരു ഇമ്പോർട്ട് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു APIs ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ ഇമ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. റോ ഫയൽ ഇവിടെ പേസ്റ്റ് ചെയ്തു, ഇമ്പോർട്ട് ചെയ്യുന്നു. വേരിയബിൾ പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേസ് URL എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇപ്പോൾ ബേസ് URL APIയുടെ ബേസ് URL ഞാനിവിടെ സേവ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഇനീഷ്യൽ വാല്യൂ ആയിട്ട് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി APIയുടെ URL. ഈ ബിയർ ടോക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തപ്പോൾ എനിക്ക് സെർവറിൽ നിന്ന് റിട്ടേൺ ചെയ്ത ഒരു ടോക്കണാണ് ഈ ലോഗിൻ ടോക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടി ലോഗിൻ ചെയ്യുകയാണ് ആ ഒരു ടോക്കൺ കിട്ടാനായിട്ട്. ഇപ്പോൾ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടോക്കൺ തിരിച്ച് റെസ്പോൺസ് ആയിട്ട് വന്നു, ആക്സസ് ടോക്കൺ. ഇപ്പോൾ ഈ ടോക്കൺ വഴിയാണ് നമ്മൾ റിയൽ യൂസറാണ് എന്ന് വെരിഫൈ ചെയ്യുന്നത് സെർവറിലേക്ക് ഓരോ റിക്വസ്റ്റ് പാസ് ചെയ്യുന്നതോടൊപ്പം. സോ നമ്മളിവിടെ ബിയർ ടോക്കൺ ഇവിടെ സേവ് ചെയ്യുവാണ്. കോമൺ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ട് ഇത് സേവ് ചെയ്തു. ഇനി അടുത്തായിട്ട് ഞാൻ ആ ഒരു റൗട്ടുകളിലേക്ക് പോവാണ്. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ ആ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്ന റൗട്ട് ഓപ്പൺ ചെയ്തു. അപ്പം ഞാൻ ഈ മൗസ് ഈ ഒരു ബേസ് URL ഇവിടെ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഞാനിവിടെ സേവ് ചെയ്ത URL ഇവിടെ ആക്ച്വലി വേരിയബിളിന് ബിഹൈൻഡ് ഡാറ്റയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓതറൈസേഷൻ എന്ന് പറയുന്ന ഒരു ടാബിൽ ടോക്കൺ BRR ടോക്കണിൽ ടോക്കണായിട്ട് ഈ ഒരു ടോക്കണും പാസ് ചെയ്യുന്നുണ്ട്. ഇതേ ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു സ്വാഗറിൻ്റെ ഈ ഒരു UI ഡോക്യുമെൻറ്റേഷൻ വഴി നടന്നത്. പക്ഷേ ഇത് നമ്മൾ നേക്കഡായിട്ട് ആക്ച്വൽ ബിഹൈൻഡ് ദ സ്ക്രീനിൽ നടക്കുന്നത് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത് കാണുകയാണ് ഇവിടെ ഗെറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്ക്. ബാക്കി എല്ലാ മെത്തേഡ്സും ഇവിടെ നമുക്കിവിടെ കാണാം. ഈ ഒരു URL APIയുടെ ഓതറൈസേഷൻ ഹെഡറിൽ BRR ടോക്കൺ ഇതുപോലെ പല മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു APIയിൽ ഡിഫൈൻ ചെയ്തത് BRR ടോക്കണാണ്. അതിൽ ഈ ടോക്കണിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ ടോക്കൺ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് സെർവറിലേക്ക് റിക്വസ്റ്റ് ചെയ്യാം. നമുക്ക് ഡാറ്റ വരുമെന്ന് നോക്കാം. ഓക്കെ, യെസ്, നമുക്ക് ഇവിടെ വന്ന അതേപോലെ തന്നെ നമുക്കിവിടെ തിരിച്ച് റെസ്പോൺസ് ആയിട്ട് ഒരു പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. സോ ഇത് സക്സസ്ഫുൾ ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ റൗട്ടുകളും ആക്സസ് ചെയ്ത് നോക്കുന്നതാണ്. സെർച്ച് ചെയ്യാനുള്ള റൗട്ട്, ഒരു പുതിയ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള റൗട്ട്. ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു പ്രൊഡക്റ്റ് കൺട്രോൾഡ് ഗെറ്റ് പ്രൊഡക്റ്റ് ID ആണ്. ഇതുപോലെ തന്നെ ഞാനൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള റൗട്ടിലേക്ക് വരുവാണ്. ഈ റൗട്ടിൽ നമുക്ക് ബോഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സാമ്പിൾ ഡാറ്റാസ് കാണാം. ഇതൊരു JSON ഒബ്ജക്റ്റ് എന്ന് പറയും. ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ ഡാറ്റ ഫില്ല് ചെയ്തിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ആവും. സോ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ഒരു ടൂളായിരിക്കും നിങ്ങൾ മിക്ക APIs എക്സ്പ്ലോർ ആയിട്ട് ഉപയോഗിക്കുക. സോ അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടി ഞാൻ തന്നതാണ്. ഓക്കെ, APIs എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം നല്ലൊരു ധാരണയായിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു യൂസ് കേസ് കൂടി ബിൽഡ് ചെയ്യാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു API ഡോക്യുമെൻറ്റേഷൻ ഉപയോഗിച്ച് ഞാനൊരു വാട്സപ്പ് ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ ഞാൻ ഇൻഫർമേഷൻ കൊടുക്കുന്ന വഴി ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്.
ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ അതേപോലെ വാട്സപ്പിൽ ഞാൻ ഇൻഫർമേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് അതൊരു CRത്തിൽ ഒരു ലീഡ് ജനറേറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു ബാങ്ക് സെർവറിൽ ഒരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാവാം, എന്ത് വേണമെങ്കിലും ആവാമല്ലോ. അപ്പോൾ അതേപോലെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു API വെച്ചിട്ട് ഞാനൊരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. വളരെ ചെറിയ ടൈമിൽ തന്നെ നമുക്കത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ API ഡോക്യുമെൻറ്റേഷനിൽ വന്ന് API URL ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ലിബ്രോമിക് കണക്ട്, ഞാനൊരു വിധം എൻ്റെ വീഡിയോസിലെല്ലാം പ്രസൻറ്റ് ചെയ്ത ഞങ്ങളുടെ സ്വന്തം ഒരു പ്രൊഡക്റ്റാണ് ലിബ്രോമിക് കണക്ട്. വാട്സപ്പ് ബേസ്ഡ് ചാറ്റ് ബോട്ട് സൊല്യൂഷനാണ്. നിങ്ങൾക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാട്സപ്പ് ചാറ്റ് ബോട്ടും ഓട്ടോമേഷനൊക്കെ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. സോ അപ്പോൾ അതിൽ ഞാനൊരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു ക്രിയേറ്റ് ചാറ്റ് ബോട്ട് കൊടുത്തു. അപ്പോൾ അതിൽ ഞാൻ കൊടുക്കുകയാണ് ഇകോം ടെസ്റ്റ് ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞൊരു പേരൊക്കെ കൊടുത്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത അപ്പോൾ തന്നെ ഞാൻ ഒരു മെസ്സേജ് യൂസറിനേക്ക് വിടുവാണ്. ലെറ്റ്സ് ക്രിയേറ്റ് എ പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, പ്ലീസ് എ നെയിം ഫോർ പ്രൊഡക്റ്റ് എന്ന് കൊടുത്തു. ഇതൊരു സാമ്പിളാണ്, നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ബിൽഡ് ചെയ്യാം കേട്ടോ. സോ ഞാനൊരു മെസ്സേജ് യൂസറിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന ഒരു മെസ്സേജ് ഇതിലേക്ക് പാസ് ചെയ്തു. യൂസറുടെ നിന്ന് ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം എന്ന് പറഞ്ഞൊരു പേരിൽ വേരിയബിളായിട്ട് ഞാൻ സേവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താണ് വേണ്ടത്? ഓക്കെ, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആണ് വേണ്ടത്, പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പം അത് ഞാനൊരു നമ്പറായിട്ട് സേവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം അത് പ്രൈസ് എന്ന് പറഞ്ഞ പേരിൽ സേവ് ചെയ്തു. ഇനി നമുക്ക് ഇമേജാണ് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനൊരു ഇമേജ് ഇൻപുട്ടാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലായിരിക്കും. സോ ഞാനൊരു അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. പ്ലീസ് സെൻഡ് ഇമേജ് ടു അപ്ലോഡ് എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ യൂസറുടെ നിന്ന് ഇമേജ് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഇമേജ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ നെയിം അതിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് യൂസറുടെ നിന്ന് കളക്ട് ചെയ്തു. അപ്പോൾ ഇതിനനുസരിച്ച് ഇനിയിപ്പോൾ ഡാറ്റ ഈ ഒരു API സെർവറിലേക്ക് നമ്മൾ പുഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡോക്യുമെൻറ്റേഷനിൽ നിന്നുകൂടി പോയിട്ട് പ്രൊഡക്ട്സിനുള്ളിൽ പുതിയൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന റൗട്ട് ക്ലിക്ക് ചെയ്തു. ഈ ഒരു ഇതാണ് അതിൻ്റെ റൗട്ട്. അപ്പോൾ ഞാൻ കോപ്പി ചെയ്യുന്നു. ലിബ്രോമിക് കണക്റ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന വെബ് ബുക്ക് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ കോപ്പി ചെയ്യണം. സിംപ്ലി ഇതൊരു API മൊഡ്യൂളാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് ഡാറ്റ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു URL എന്ന് പറയുന്നത് ഇതാണ് പ്രൊഡക്ട്സ്. ഓക്കെ, ഇനി ഇതിൽ അഡ്വാൻസ് കോൺഫിഗറേഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇത് ആക്ച്വലി ഇതൊരു പോസ്റ്റ് റിക്വസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ APIയിൽ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ റിക്വസ്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. അതിൽ കൂടുതൽ റിക്വസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പോസ്റ്റ് സെലക്ട് ചെയ്തു. ഈ ഡോക്യുമെൻറ്റേഷൻ അനുസരിച്ച് ഇതൊരു പോസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഇത്രയും ഡാറ്റയാണ് അതിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. റീറ്റെയിലർ ID, നെയിം, പ്രൈസ്, ഇമേജ്, URL, കാറ്റഗറി ID. ആ പേരിലൂടെ നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് തിരിച്ച് ചാറ്റ് ബോട്ടിൽ വന്ന് ബോഡിയിൽ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. ലൈക്ക് കാറ്റഗറി ID നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. സോ അത് റിമൂവ് ചെയ്തു. നെയിം, റീറ്റെയിലർ ID നമ്മൾ കളക്ട് ചെയ്തില്ല, മിസ്സിംഗ് ആണ്, അത് മാൻഡേറ്ററി ആണ്. സോ നമുക്കതും കൂടി ഒന്ന് കളക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് വഴി ഇനി ഉള്ളതിലേക്ക് ഒന്നുകൂടി കണക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നു. ഇനി റീറ്റെയിലർ ID എന്നുള്ളതിന് നമ്മളിപ്പോൾ തൽക്കാലം ഇത് ആക്ച്വലി ഇത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സാമ്പിൾ ഡാറ്റ കൊടുക്കുവാണ് 2, അല്ലെങ്കിൽ നെയിം കൊടുക്കുവാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. പ്രൈസായിട്ട് നമ്മൾ പ്രൈസ് ആക്ച്വലി അതൊരു നമ്പറാണ്. നമ്പർ ആയതുകൊണ്ട് ഡബിൾ കോഡ്സ് ഇല്ലാതെ ഞാനൊരു നമ്പർ കൊടുക്കുകയാണ് 120. നമ്പേഴ്സിന് ഡബിൾ കോഡ്സിൻ്റെ ആവശ്യമില്ല. ഇമേജ് URL ആയതുകൊണ്ട് ഞാനൊരു ഇമേജ് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി എനിക്കിത് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എന്താണ് റെസ്പോൺസ് വേണമെന്ന് അറിയാൻ പറ്റുക. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അൺഅതോറൈസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ അതിൻ്റെ ടോക്കൺ നമ്മൾ പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ ടോക്കൺ പാസ് ചെയ്യുന്നത് ഹെഡറിലായിരിക്കും. അപ്പോൾ ഹെഡർ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ആഡ് വാല്യൂ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ പാസ് ചെയ്യേണ്ട ഒരു ഒത്തോറൈസേഷൻ ഹെഡറാണ്. അപ്പോൾ ഒത്തോറൈസേഷൻ എന്ന് പറയുന്നു എന്ന് കൊടുത്തു. നമ്മളിനി ടോക്കണും കൂടി നമുക്ക് വേണം. അപ്പോൾ ടോക്കൺ എടുക്കാനായിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ഇവിടെ പോയി അതിൽ വേരിയബിൾസ് നമ്മൾ ഓൾറെഡി ടോക്കൺ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോക്കൺ ഞാൻ കോപ്പി ചെയ്യുവാണ്. അപ്പോൾ അതിവിടെ ബിയറിന് കഴിഞ്ഞ ശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് പേസ്റ്റ് ചെയ്ത്. ഇങ്ങനെയാണ് ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. APIയിൽ ഓതറൈസേഷൻ ബിയർ ടോക്കൺ. ഓക്കെ, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. യെസ്, അപ്പോൾ അത് സക്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റസ് കോഡ് 201 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനതൊരു കാര്യം ചെയ്യാം. സ്റ്റാറ്റസ് കോഡ് എന്നുള്ളത് സേവ് ചെയ്യാണ്. ഒരു അഡീഷണൽ വേരിയബിളിലേക്ക് സേവ് ചെയ്യാണ്. സ്റ്റാറ്റസ് അണ്ടർസ്കോർ കോഡ് എന്നൊരു പേരിലേക്ക് സേവ് ചെയ്യുകയാണ്. കാരണം ഇത് സക്സസ് ആയാൽ മാത്രമാണ് 201 എന്ന് പറഞ്ഞൊരു കോഡ് വരുള്ളൂ. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ആക്ച്വലി ചെയ്യാം. അപ്പോൾ അത് മാത്രമായിട്ട് ഞാൻ സേവ് ചെയ്തു. ഇനി അത് മാത്രമല്ല ഇമേജ് കൂടി നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. ഓക്കെ, ഇമേജ് URL അത് ഇമേജ് എന്നും കൂടി ഞാൻ സേവ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ഇമേജ്. ഓക്കെ, ഇനി ഈ ഒരു ഡെമോ ഡാറ്റ ഞാനത് റിമൂവ് ചെയ്യുകയാണ്. ഡെമോ ഡാറ്റയിൽ നമുക്ക് പാസ് ചെയ്യേണ്ടത് ഒറിജിനൽ ഡാറ്റയാണ്. അതുകൊണ്ട് ഈ ഒരു URL ഡെമോ കൊടുത്ത് ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വേണം, യൂസറുടെ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞ വേരിയബിളാണ്. പ്രൈസ് എന്ന് പറയുന്നത് യൂസറുടെ നിന്ന് കളക്ട് ചെയ്യുന്നത്
പ്രൈസാണ്. ഓക്കെ, അതുപോലെ തന്നെ നെയിം എന്ന് പറയുന്നത് യൂസർ ഡേയിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് പ്രൊഡക്റ്റ് നെയിമാണ്. റീറ്റെയിലർ ഐ ഡിയും ഇതുപോലെ തന്നെ നമ്മൾ യൂസർ ഡേയിൽ നിന്ന് കളക്ട് ചെയ്തൊരു വേരിയബിളായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് RID. ഇത്രയും ഡീറ്റെയിൽസ് സേവ് ചെയ്തു. ഇത് സക്സസ് ആണ്, നമ്മളത് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് സക്സസ് ആയണമെന്ന് അറിയണോ, സക്സസ് ആയെന്ന് അറിയാനായിട്ട് ഒരു കണ്ടീഷൻ ബ്ലോക്ക് കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, കണ്ടീഷൻ ബ്ലോക്ക് ഞാൻ ഇടുവാണ്. ഇതിൽ നിന്ന് ഇട്ടതിന് ശേഷം നമുക്ക് അറിയേണ്ടത് സ്റ്റാറ്റസ് കോഡ് 201 ആണെങ്കിൽ 201 ആണ് എന്നുണ്ടെങ്കിൽ സക്സസ് ആണ്. നമുക്ക് തിരിച്ച് യൂസറിലേക്ക് ഒരു റെസ്പോൺസ് കൊടുക്കാം. നമുക്ക് അതിന് കിട്ടിയൊരു ഇമേജ് റെസ്പോൺസായിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യാണ്. ഇമേജ് എന്നാണ് നമ്മൾ സേവ് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. കൂടാതെ ഒരു മെസ്സേജ് കൂടി സെൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ സംതിങ് വെൻറ്റ് റോങ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാൻ ഒരു ഡിഫോൾട്ട് കണ്ടീഷൻ കൊടുക്കുകയാണ്. സംതിങ് വെൻറ്റ് റോങ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ചാറ്റ് ബോട്ട് യൂസ് ചെയ്ത് നോക്കാം. സേവ് ചെയ്തു. എന്നിട്ട് ഇതിനൊരു ഷോർട്ട് കോഡ് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്, API ടെസ്റ്റ്. അപ്പോൾ API ടെസ്റ്റ് വെച്ചിട്ടാണ് ഈ ചാറ്റ് ബോർഡ് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ചെയ്ത ചാറ്റ് ബോർഡിൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇനി ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വാട്സപ്പാണ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ലിബ്രോമി ചാറ്റ് ബോർഡ് എന്ന് പറഞ്ഞ നമ്പറിലേക്കുള്ള മെസ്സേജാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഷോർട്ട് കോഡ് എൻ്റർ ചെയ്യുകയാണ്, എന്നാലാണ് ഈ ഒരു ചാറ്റ് ബോർഡ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് ചാറ്റ് ബോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു കോഡ് കൊടുത്തു. അപ്പോൾ ലെറ്റ്സ് ക്രിയേറ്റ് എ പ്രൊഡക്റ്റ്, പ്ലീസ് എൻ്റർ നെയിം ഫോർ എ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അതനുസരിച്ച് ഈ ഫ്ലോ ഇനി നടക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു നെയിം കൊടുക്കുകയാണ്. ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ജാക്ക് ഫ്രൂട്ട് കേരള എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നെയിം കൊടുക്കുകയാണ്. ഇനി പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഞാനൊരു 500 rupees കൊടുക്കുകയാണ്. ഡൺ. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അപ്ലോഡ് ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ്. ജാക്ക് ഫ്രൂട്ടിൻ്റെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തു. ഇനി നമുക്ക് പ്രൊഡക്റ്റ് ID കൂടി പാസ് ചെയ്യണം. അപ്പോൾ ID കൂടി ഞാൻ കൊടുക്കുകയാണ്. ഒരു 600 ID കൊടുത്തു. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരണം. കൂടാതെ ഇമേജ് കൂടി വരണം. പ്രൊഡക്റ്റ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി വന്നു. യെസ്, ആ ഇമേജ് റിട്ടേൺ വന്നു. പിന്നെ നമുക്കത് ഇതിൽ കയറി നോക്കാം, പാനലിൽ വന്നിട്ടുണ്ടോ നോക്കാം. നമുക്കൊന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, ജാക്ക് ഫ്രൂട്ട് കേരള വന്ന് സക്സസ് ആയിട്ട് വർക്ക് ചെയ്തു. സോ നമ്മളിപ്പോൾ ചെയ്തത് ഈ API, ഇപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത API യൂസ് ചെയ്തിട്ട് ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്തു. ആ ചാറ്റ് ബോട്ടിൻ്റെ ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിമോട്ട്ലി എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു സാമ്പിൾ പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നിങ്ങളുടെ യൂസ് കേസ് പലതായിരിക്കും. ഞാനിപ്പോൾ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു API ആണ് ബിൽഡ് ചെയ്തത്. അപ്പോൾ ആ APIയുടെ ഒരു വളരെ യൂണിക് ആയിട്ടുള്ളൊരു യൂസ് കേസാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. സോ നിങ്ങൾക്ക് സ്വാഗർ വഴി ഞാൻ പ്രസൻറ്റ് ചെയ്ത APIസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് UI വഴി കംപ്ലീറ്റ് API നടക്കുന്ന അതേ ആക്ഷൻസുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പോസ്റ്റ്മാൻ വഴിയും ഈ ഡാറ്റ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. കൂടാതെ ഒരു ചാറ്റ് ബോട്ട് കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാറ്റ് ബോട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ലിബ്രോമിയുടെ ചാറ്റ് ബോട്ടിലേക്ക് വന്നതിന് ശേഷം #start ഞാനിപ്പോൾ അയച്ച ഈ ഒരു മെസ്സേജ് അവിടെ ചെയ്താൽ മതി. #start API ടെസ്റ്റ് എന്ന് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ ഞാൻ എനേബിൾ ചെയ്ത് വയ്ക്കാം. മാർക്കറ്റിൽ കോമൺ ആയിട്ടുള്ള ഒരു എല്ലാ സ്റ്റേബിൾ സോഫ്റ്റ്വെയർസിനും വലിയ കമ്പനീസിനും എല്ലാ APIs പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ സ്വന്തം ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി അവർ അവിടെ ചെയ്തിട്ടുണ്ട്, നമുക്ക് APIs വഴി ഉപയോഗിക്കാം. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് OpenAIയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്ക് ജസ്റ്റ് കമാൻഡുകൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റെസ്പോൺസായിട്ട് നമുക്ക് വേണ്ട ഡാറ്റ തിരിച്ചു വരും. നമ്മൾ ആ AI സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ സർവീസ്, അപ്പോൾ അതിൻ്റെ ഒരു API ആണ് ഇവിടെ കാണുന്നത്. ഞാനത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ REST APIയുടെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ഇന്ന റൗട്ടിലേക്ക് നമ്മൾ ഇതിൻ്റെ ഡാറ്റാസ് എല്ലാം വെച്ച് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഒരു ഡാറ്റ ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ റൈറ്റ് ചെയ്തിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇംഗ്ലീഷിലാക്കി കിട്ടാനോ അങ്ങനെ പല ലാംഗ്വേജിൽ നിന്ന് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു APIൻ്റെ ഡോക്യുമെൻറ്റേഷനാണ്. ഇത് മുഴുവൻ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ പോസ്റ്റ്മാൻ വഴിയൊക്കെ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു API ആണ് മാഡോസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫ്ലൈറ്റ് ബുക്കിങ്ങിൻ്റെ APIs. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഫ്ലൈറ്റ് ലോകത്തിലെ പല ഭാഗത്തുള്ള പല ഫ്ലൈറ്റ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൺസൾട്ടേറ്റ് ചെയ്തുകൊണ്ട് ഒരു APIs അവൈലബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലൈറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണുന്നത്. ഗെറ്റ് റിക്വസ്റ്റ് തന്നെയാണ് ഇവിടെ വേണമെന്ന് ഷോപ്പിംഗ് ഫ്ലൈറ്റ് ഓഫേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ പാസ് ചെയ്യുന്നത് ഒറിജിനൽ ഓരോ ലൊക്കേഷൻ്റെ ഒരു കോഡ് ഉണ്ടായിരിക്കും, ഡെസ്റ്റിനേഷൻ കോഡ് ഉണ്ടായിരിക്കും, ഡിപ്പാച്ചർ ഡേറ്റ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് എന്ത് ചെയ്യുന്നു, അപ്പോൾ ആ API റെസ്പോൺസായിട്ട് അവൈലബിൾ ആയിട്ടിരുന്ന ഫ്ലൈറ്റും അതിൻ്റെ റേറ്റോട് കിട്ടുവാണ്. അപ്പോൾ അതിൻ്റെ APIs ആണ് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു API ഞാൻ ഇത് റിസർച്ച് ചെയ്തതിനിടയിൽ കണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള സർവീസുകളുടെ എല്ലാം APIs വെച്ചിട്ടുള്ളൊരു വെബ്സൈറ്റാണ് sandbox.co.in. ഈ പാൻ ആധാർ ലിങ്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു എൻ്റെ പോയിന്റിലേക്ക് നമ്മളുടെ പാൻ കാർഡും ആധാർ കാർഡിൻ്റെ നമ്പർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ലിങ്ക്ഡ് ആണെന്നുള്ള സ്റ്റാറ്റസ് ലഭിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ IFSC വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ കസ്റ്റമർ എൻ്റർ ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് അത് അവരുടെ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വഴിയില്ല ആക്ച്വലി. ഓക്കെ, അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ അത് സൊല്യൂഷനായിട്ട് വന്നിരിക്കുന്നൊരു API ആണ്. ഈ ഒരു API വഴി കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ₹1 അല്ലെങ്കിൽ 1.2 അല്ലെങ്കിൽ ഒരു യൂണിക് ആയിട്ടുള്ളൊരു എമൗണ്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കസ്റ്റമറിന് ഗസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് തിരിച്ച് അവർ വെരിഫിക്കേഷനായിട്ട് അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തതിന് ശേഷം അവരൊരു പോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു UIയിലായിരിക്കും, നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു ആപ്പിലായിരിക്കും അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോട്ടിലായിരിക്കും അവർ തിരിച്ച് എൻ്റർ ചെയ്യുമ്പോൾ ഓക്കെ ആ ഒരു അക്കൗണ്ട് അവരുടെയാണ് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. അതുപോലെ പല രീതിയിലുള്ള ഒതൻറ്റിക്കേഷൻ, ഇപ്പോൾ ആധാർ API, ഇപ്പോൾ ആധാറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോൺ നമ്പറിലേക്ക് OTP വന്നു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അവർ തന്നെയാണ് ആ ഒരു ആധാറിൻ്റെ ഡോക്യുമെൻറ്റ് നമുക്ക് വെരിഫിക്കേഷന് തന്നത് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ പല സർവീസുകൾ ഇപ്പോൾ ഇന്ത്യയിലെ ഗവൺമെൻറ് സിസ്റ്റംസ് അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ ഇതുപോലെ GST റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും APIs ഇവിടെ അവൈലബിൾ ആക്കിയിരിക്കണം. ഇപ്പോൾ പല യൂസ് കേസുകൾ ഇത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് APIs ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ബിൽഡ് ചെയ്യാം, എങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാം, എന്താണ് അതിൻ്റെ പൊട്ടൻഷ്യൽ, അത് എത്രത്തോളം കോമൺ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ APIs ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്നും ഇത്ര പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനിയും ഞാൻ കുറച്ചധികം വീഡിയോസ് APIs റിലേറ്റഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തായാലും സാധിക്കും. സോ ഇനിയുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.